കൂട്ടുകാരുമൊത്തുള്ള യാത്ര എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. ഈ യാത്രയ്ക്കിടയിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും വല്ലാത്തൊരു മിസ്സിംഗ് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്കും എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരുപാട് നല്ല ഓർമ്മകളും അനുഭവങ്ങളൊക്കെ സമ്മാനിക്കുന്ന അത്തരമൊരു യാത്രയ്ക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ ഒരു യാത്രയ്ക്കിടയിലും നമ്മൾ കാട് കയറുന്നുണ്ട് കേട്ടോ. കാടും കാട്ടിലെ മൃഗങ്ങളുടെയും ഒക്കെ നല്ല കിടിലൻ കാഴ്ചകളും ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. കാട് സൗഹൃദം ഇഴചേർന്ന് പോയ നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ യാത്ര. അപ്പോഴെങ്ങനെയാ യാത്ര തുടങ്ങല്ലേ? മൂന്നാറിനും വട്ടവടിക്കും ഇടയ്ക്കായിട്ട് ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ക്യാൻവാസിൽ വരച്ചെടുത്തതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം, എല്ലപ്പെട്ടി. ഇവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ നിൽക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. നമ്മുടെ സ്വന്തം മല്ലു ഡ്രോൺ ട്രാവലർ. ഷെബിൻ ബ്രോയുടെ ട്രാവൽ കമ്പനിയായ മസാല ട്രിപ്പ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ക്യാമ്പ് ഈ നെല്ലപ്പെട്ടിയിലുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ക്യാമ്പ് പ്ലാൻ ചെയ്തിരുന്നതിന് ഒരു ദിവസം മുന്നേ തന്നെ ഞാൻ മൂന്നാറിലെത്തി. ആനമല ടൈഗർ റിസർവിലൂടെയും ചിന്നാറിലൂടെയൊക്കെ വരുന്ന ഉടുമ്പൽപേട്ട് മറയൂർ റൂട്ടിലൂടെയാണ് മൂന്നാറിലേക്ക് പോയത്. കാട്ടിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ വൈൽഡ് ആനിമൽ സൈറ്റിങ്ങിന് ചാൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ഒരു റൂട്ട് തന്നെ സെലക്ട് ചെയ്തത്. കാട്ടിലേക്ക് കയറി ഒരല്പം മുന്നോട്ട് വന്നതും നമുക്ക് ഒരു ആന ഫാമിലിയെ കാണാൻ സാധിച്ചു. റോഡിന്റെ തൊട്ടടുത്തായിട്ടായിരുന്നു ഈ ആനകൾ നിന്നിരുന്നത്. 6 പിടിയാനകളാണ് ഈ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഞാൻ വന്ന് വണ്ടി നിർത്തിയതും കൂട്ടത്തിലെ മുത്തശ്ശി ആന കുറച്ചു നേരം എന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രശ്നക്കാരനല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ആ മുത്തശ്ശി ആന ആഹാരം എടുക്കാൻ തുടങ്ങിയത്. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ ആനകൾക്കൊരു ഡിസ്റ്റർബൻസും വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയും ഷൂട്ട് ചെയ്തത്. കാട് കടന്ന് മറയൂരും കൂടെ ക്രോസ് ചെയ്തെങ്കിൽ നമ്മൾ എത്തുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. മറയൂരിൽ നിന്ന് മൂന്നാറിന് പോകുന്ന വഴിക്ക് 18-ാം മൈൽ വരെ മിക്കവാറും സമയങ്ങളിൽ ഇതുപോലത്തെ ഒരു ആംബിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. പെട്ടെന്ന് വേറൊരു സ്ഥലത്തെത്തിയ പോലെ ഉണ്ടല്ലേ. ഇത് ഒരേ മലയുടെ 2 വശങ്ങളിലുള്ള കാഴ്ചയാണ്. നിങ്ങൾ ആദ്യം കണ്ടത് ഈ മലയുടെ അങ്ങേ വശത്തുള്ള കാഴ്ചകളായിരുന്നു. ഈ തോട്ടങ്ങളെല്ലാം കാടിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്. തോട്ടങ്ങളിലേക്കും അതിനടുത്തുള്ള ലയങ്ങളിലേക്കൊക്കെ മിക്കവാറും സമയങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി വരാറുമുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതെല്ലാം ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ്. നല്ല അടിപൊളി ഒരു കൊമ്പനല്ലേ. അവന്റെ കൊമ്പിന്റെ സൈസ് നോക്കിയേ. ഇവിടുത്തെ പടയപ്പയുടെ അത്രയും വരില്ലെങ്കിലും കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത്തേക്കിനും പടയപ്പയോട് കട്ടയ്ക്ക് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു ആനയായിട്ട് തന്നെ ഇവൻ വളർന്നു വരും. അവൻ്റെ ഒരു തലയെടുപ്പും എല്ലാം കൊണ്ടും നല്ല ലക്ഷണവത്ത ആനയല്ലേ. ജനവാസ മേഖലകളിലേക്ക് ആനകൾ ഇറങ്ങിയതും ആ കൂടെ RRTയും എത്തും. ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് തടയലാണ് ഇവരുടെ ലക്ഷ്യം. മിക്കവാറും സമയങ്ങളിൽ ഇവരിങ്ങനെ ആനകളെ പടക്കം പൊട്ടിച്ച് തിരിച്ച് കാട്ടിലേക്ക് കയറ്റിവിടാറുണ്ട്. നമുക്ക് ചിലപ്പം ആ ഒരു കാഴ്ചയും കാണാൻ പറ്റും. വൈകുന്നേരം ഏകദേശം 5 മണിയോടുകൂടി മൂന്നാർ ടൗണിലെത്തി. അവിടുന്ന് ഞാൻ നേരെ പോയത് KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത്. KSRTCയിൽ ഇവർ ബസ്സിനകത്ത് ഡോർമെട്രി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബെർത്തിന് 220 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. നിങ്ങളൊരു ബഡ്ജറ്റ് ട്രാവലർ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഷെബിൻ ബ്രോയും ന്യൂട്ടൺ ബ്ലോക്സിലെ സാം ബ്രോയും ഒക്കെ KSRTC സ്റ്റാൻഡിലേക്ക് എത്തി. ഇന്നുച്ചയ്ക്ക് 2 മണിക്കാണ് നമുക്ക് എല്ലപ്പെട്ടിയിലെത്തേണ്ടത്. അപ്പൊ നമുക്ക് 2 മണി വരെ സമയമുള്ളതുകൊണ്ട് രാവിലെ ഒന്ന് കാട് കയറിയേക്കാവാൻ തീരുമാനിച്ചു. നമ്മളിനി നേരെ പോകുന്നത് പാമ്പാട് ഷോല നാഷണൽ പാർക്കിലേക്കാണ്. മൂന്നാറിലോട്ട് ട്രിപ്പ് വരുന്ന മാക്സിമം ആൾക്കാർ മിസ് ചെയ്ത് കളയുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ് എല്ലപ്പെട്ടി. എല്ലപ്പെട്ടിയുടെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ മേളിൽ ഐ ബട്ടണിൽ വരുന്നുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാനത് പിൻ ചെയ്തേക്കാം. കാണാത്തവർ ഒന്ന് കയറി കണ്ടിട്ട് അഭിപ്രായം പറയണം.
ഇനി എല്ലപ്പെട്ടിയിൽ വന്നെങ്കിൽ നമുക്ക് എങ്ങനത്തെ കാഴ്ചകളാണ് പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളതിനുള്ള ചെറിയൊരു സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. നാളെ രാവിലെ നമുക്ക് ലക്കുണ്ടെങ്കിൽ സൺറൈസിൻ്റെ സമയത്ത് ഇതിലും കിടിലൻ വിഷ്വൽസ് ആയിരിക്കും ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. രാവിലെ ഒരു 9:30 പാമ്പാടും ഷോല നാഷണൽ പാർക്കിന്റെ എൻട്രി പോയിന്റിലേക്ക് എത്തി. ഇവിടുന്ന് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഇവിടുത്തെ എസ്കേപ്പ് ട്രയലാണ്. പണ്ട് ബ്രിട്ടീഷുകാർ കൊടൈക്കനാലിനെയും മൂന്നാറിനെയും കൂടെ കണക്ട് ചെയ്തുണ്ടാക്കിയ ഒരു റൂട്ടാണിത്. റൂട്ടിന്റെ വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. ഇന്ന് നമ്മുടെ കൂടെ ട്രെക്കിങ്ങിനുള്ളത് നമ്മുടെ സാംബ്രോയും പിന്നെ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള അബിയുമാണ്. മൂന്നാറിനെയും കൊടൈക്കനാലിനെയും ബന്ധിപ്പിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച 81 കിലോമീറ്റർ റോഡിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന എസ്കേപ്പ് റൂട്ട്. ഈ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കൊടൈക്കനാൽ വരെ എത്താൻ വെറും 32 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. മറ്റു കാടുകളിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് മൃഗങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടേക്ക് വരരുത്. കാട്ടിയും കാട്ടുപട്ടിയും മലയണ്ണാനും ഒക്കെയാണ് ഈ കാട്ടിൽ നമുക്ക് സാധാരണ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ നീലഗിരി മാർട്ടിനെയും കാണാൻ പറ്റും. അനിമൽ സൈറ്റിങ്സിന് പ്രാധാന്യം നൽകാതെ കാടിന്റെ ഭംഗി ആസ്വദിച്ച് ഒരു ട്രക്കിംഗ്, അത്രയും മാത്രം പ്രതീക്ഷിച്ച് വേണം നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ. നമ്മുടെ ഗൈഡ് പെട്ടെന്ന് അവിടെ നിന്നിട്ട് ഞങ്ങളെ വേഗം വിളിക്കുകയായിരുന്നു. ഇവിടെ എന്തോ വന്നിട്ടുണ്ടേ. ഒരു മ്ലാവ് ഇറങ്ങി വരുന്നത് കണ്ടോ? ഈ ഭാഗത്തുള്ള മൃഗങ്ങൾ മനുഷ്യനെ കണ്ട് വലുതായിട്ട് ശീലിക്കാത്തത് കൊണ്ട് നമ്മളിവിടെ നിൽക്കുന്ന കാണുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവിടെ കയറിപ്പോകും. അതുകൊണ്ട് നമ്മൾ നല്ല ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അത് നമ്മളെ കാണാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട്, അതിനകത്തുനിന്ന് വെള്ളം കുടിക്കുകയാണ് ആശ. അവനെ വെള്ളത്തിലോട്ട് ഇരുന്ന് കേട്ടോ, കുളിക്കുകയാണെന്ന് തോന്നുന്നു. അത് കണ്ടോ? കുളി കഴിഞ്ഞ് നല്ലൊരു നിപ്പൊക്കെ നിന്ന് നമ്മളെ കണ്ടതും ആശാ നേരെ കാടിനകത്തേക്ക് ഓടിക്കയറി. ഈ കാണുന്ന ചെളിക്കുണ്ടിനകത്താണ് അവൻ ഇത്രയും നേരം കുത്തിമറിഞ്ഞത്. നമ്മുടെ കൂടെയുള്ള അബി ആദ്യമായിട്ടാണ് കാട്ടിലൂടെ ഒരു ട്രക്കിങ്ങിന് പോകുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രക്കിങ്ങിന് പോകുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എന്താ പറയേണ്ട അറിയില്ല, ആ ഒരു ഫീലാണ് നിൽക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ കയറി വന്നാട് നമ്മളവനെ കണ്ടു. അതും കാണാൻ പറ്റുന്ന വിചാരിച്ച സാധനമല്ല, കയറിയാട് കണ്ടു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈൽഡ് ലൈഫ് വീഡിയോസ് ഇതിനു മുമ്പ് കാണാറുണ്ട്? ഇല്ലല്ലോ, അങ്ങനെ ഫോളോ ചെയ്യാറില്ലല്ലോ. ഇനിയിപ്പോൾ ചെയ്ത് തുടങ്ങിക്കോളൂ അല്ലേ? തുടങ്ങിക്കോളൂ. ഇതാണ് കാടിൻ്റെ ഒരു മാജിക്ക്. ഒരു തവണ നിങ്ങൾ കാട് കയറി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടാൽ വീണ്ടും വീണ്ടും തിരിച്ചു വരും. അത് 100% ഉറപ്പാണ്. ട്രെക്കിംഗ് കൊള്ളാം, കാരണം ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. എന്താ പറയുക, അത്ര ഹാർഡല്ലാത്തൊരു ട്രെക്കിങ് കാരണം ആർക്കും വേണമെങ്കിലും വരാൻ പറ്റും. പിന്നെ എന്താ പറയുക, അത്ര കയറ്റം ഇറക്കമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു ഭാഗം മാത്രമുള്ള ഇറക്കമായിട്ടുള്ളത്. അനിമൽസിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വരണമെന്ന് ചോദിച്ചാൽ പ്രതീക്ഷിക്കാം, പക്ഷേ നല്ല ലക്കുണ്ടെങ്കിൽ അല്ലേ. അനിമൽ സൈറ്റിംഗ് ഇല്ലെങ്കിലും കാടൊക്കെ കണ്ട് അല്ലേ, ഈ ഒരു കാടിൻ്റെ ഭംഗി വേറെ ഒന്ന് തന്നെയാണ്. ഓരോ കാടിനും ഓരോ ഭംഗിയാണല്ലോ. ഇപ്പം എന്തായാലും അനിമൽസിനെ കണ്ടില്ലെങ്കിൽ നമുക്ക് കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ ട്രക്ക് ചെയ്തൊരു ചുമ്മാ ഒരു 2 മണിക്കൂർ, 2-2.5 മണിക്കൂർ മാക്സിമം. 2.5 മണിക്കൂറത്തെ ട്രക്കിങ് ഏകദേശം 3.5 മണിക്കൂർ എടുത്താണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്. മെല്ലെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താണ് ഇറങ്ങി വന്നത്. എന്തായാലും ഇവിടെ നിന്ന് നേരെ പോകുന്നത് എല്ലപ്പെട്ടിയിലേക്കാണ്. കാടിറങ്ങി എല്ലപ്പെട്ടിയിൽ എത്തിയപ്പോഴത്തേക്കിനും ട്രിപ്പിന്റെ മൂഡ് തന്നെ അങ്ങ് മാറി. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന 45 പേരാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അതിലറിയാവുന്നത് വിരലെണ്ണാവുന്ന വളരെ കുറച്ചു പേരെ മാത്രമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ വീഡിയോയുടെ മാജിക് ഒളിഞ്ഞിരിക്കുന്നത്. അപരിചിതരായ ഒരു കൂട്ടം ആൾക്കാർ ആദ്യം കൂട്ടുകാരാകുന്നു, പിന്നെ അവർ കുടുംബക്കാരാകുന്നു. ഈ കാഴ്ചകളെല്ലാം നമുക്ക് വഴിയെ കാണാം.
ഇവിടെ വന്ന എല്ലാവരെയും 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. ഇവിടുന്ന് 2 കിലോമീറ്ററോളം ഉണ്ട് ക്യാമ്പ് സൈറ്റിലേക്കുള്ള ട്രക്കിങ്ങിന്. ആ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാ ഗ്രൂപ്പുകൾക്കും കുറച്ച് ടാസ്കുകളും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്ന ടീമിന് വിന്നർ അവർക്കൊരു പ്രൈസ് ഉണ്ട്. ഞങ്ങളുടെ ടീമിന്റെ പേര് സുട്ടുമണീസ്. പൊളിക്കും. കുറച്ച് അപരിചിതരെ ഒരു ടീമാക്കിയിട്ട് അവരെ കൊണ്ട് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് വിടുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ബോണ്ടിങ് പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മുടെ ഷെബിൻ ബ്രോ ഇവിടെ യൂസ് ചെയ്തത്. എന്തായാലും ആ ഐഡിയ ശരിക്കും വർക്കൗട്ട് ചെയ്യുക തന്നെ ചെയ്തു. അങ്ങനെ കളിയും ചിരിയും പാട്ടുമൊക്കെയായി വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തി. വളരെ പെട്ടെന്നായിരുന്നു ഒരു കൂട്ടം സ്ട്രേഞ്ചേഴ്സ് കൂട്ടുകാരായി മാറിയത്. ക്യാമ്പിലെത്തി കാപ്പി കുടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് മറ്റൊരു കാഴ്ച കണ്ടത്. അതെന്താണെന്നും കൂടി ഒന്ന് കണ്ടാലോ. നമ്മുടെ ക്യാമ്പ് സൈറ്റിന് തൊട്ടടുത്തായിട്ട് ഒരു കൂട്ടം മ്ലാവുകൾ ഇരിക്കുന്നു. മ്ലാവുകൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് നീലഗിരി ലങ്കൂർസും ഈ ഒരു പരിസരത്തുണ്ട്. ഇവരെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പിലെ ആക്ടിവിറ്റീസ് ഒക്കെ മിസ്സാവും. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ. ക്യാമ്പ് സൈറ്റിലേക്ക് വരുമ്പം നമുക്ക് കുറേ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ എല്ലാം പെർഫോമൻസ് നോക്കിയിട്ടാണ് വിന്നറിനെ അവസാനം ഡിസൈഡ് ചെയ്യുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. നമ്മുടെ ഈ ക്യാമ്പിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാമ്പ് ഫയർ ആണ്. ഈ തീക്ക് ചുറ്റും ഇരുന്ന് ഓരോരുത്തരും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത് ഈ ഇരിക്കുന്ന ഓരോരുത്തരും എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അല്ലെങ്കിൽ എനിക്ക് അത്രമാത്രം അടുത്തറിയാവുന്ന ഒരു അയൽക്കാരൻ, ആ ഒരു ഫീലായിരുന്നു. ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ, മണിവളക്കിളങ്ങണ കയ്യാലേ വിരഞ്ഞുട്ടി വിളിക്കണതാരാണ്, മണിവളക്കിളങ്ങണ കയ്യാലേ വിരഞ്ഞുട്ടി വിളിക്കണതാരാണ്, മുടിതിങ്ങണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്, മുഴുതിങ്ങണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണോ, വിളക്കിന്റെ നാളം പോലെ നീ തൂവൽ വീശും മാറ്റേറും മഴക്കാലം. പാട്ടൊക്കെ ആയിട്ട് നല്ല വൈബായിട്ട് വന്നപ്പോഴാണ് ഇതേ അടുത്ത പരിപാടി. അപ്പൊ ഞാന് ബുബില് പിന്നെ അല്ലി ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊരു കിടിലൻ പരിപാടിയായിട്ട് നടത്തുന്നത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ പറ്റുന്ന പോലത്തെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോട്ടോ. സർപ്രൈസ് എൻട്രി ഫ്രം ദി ബാക്ക് സ്റ്റേജ് ഓഫ് ദി ഇന്ത്യ ഓഫ് ദി ഇന്ത്യ. ഇവിടെ അങ്ങോട്ടുള്ള ആംബിയൻസ് മൊത്തം മാറ്റിയത് സാന്റാക്ലോസ് ആയിട്ട് വന്ന അല്ലിയാണ്. ഡാൻസ് കളിക്കാത്തവരെ കൊണ്ട് പോലും അല്ലി ഡാൻസ് കളിപ്പിച്ചു. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്.
ഈ പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് രാത്രി എത്ര മണിക്കാണ് ഉറങ്ങാൻ കിടന്നത് ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു. അടുത്ത ദിവസം വെളുപ്പാങ്കാലത്ത് എണീറ്റതും കാണുന്ന കാഴ്ച ഇതാണ്. ഇനി നേരെ സൺറൈസ് ട്രക്കിനാണ് പോകുന്നത്. ഇന്നലെ ഞങ്ങളെ എല്ലാവരെയും തുള്ളിച്ച സാൻഡയാണിത് ഈ പോയത്. ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ട്രക്ക് ചെയ്ത് വേണം സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട്. നമ്മുടെ ക്യാമ്പ് സൈറ്റിന്റെ തൊട്ട് മുകളിലുള്ള കുന്നാണ് നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ നല്ല തണുപ്പും അതിൻ്റെ കൂടെയുള്ള ഒരു കുന്നുകയറ്റവും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വിജൃംഭിച്ച കളർ നോക്കൂ, പുല്ലുകൾ നോക്കൂ, വട്ടുപിടിച്ച് ചുവന്ന് നടക്കുന്ന പുല്ലുകൾ നോക്കൂ. ഇതാണ് നമ്മുടെ സൺറൈസ് വ്യൂ പോയിന്റ് എന്നുള്ള വിഷ്വൽ. എങ്ങനെയുണ്ട്? ഈ സൺറൈസ് വിഷ്വൽസിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ കൂടെ വന്ന ആൾക്കാരുടെ ബോണ്ടിങ് ആയിരുന്നു. ഫ്രണ്ടിൽ കാണുന്ന ഈ കുഞ്ഞു മലയുടെ മേളിലാണ് നമ്മൾ നിൽക്കുന്നത്. നേരെ അപ്പുറത്ത് കാണുന്നതാണ് മീശപ്പുലിമലയും തിപ്പടമലയും കൊളുക്കുമലയും ഒക്കെ. ഈ ക്യാമ്പിന് വന്ന ഓരോരുത്തർക്കും ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാനുള്ള കുറെ നല്ല ഓർമ്മകളും അനുഭവങ്ങളും എല്ലപ്പെട്ടി സമ്മാനിച്ചു. അതിനെല്ലാം പുറമെ ഒരു ബോണസ് പോലെയാണ് ഈ ഒരു സൺറൈസ് വിഷ്വൽ ഞങ്ങൾക്ക് കിട്ടിയത്. ഇവിടെ നിന്ന് ഈ വിഷ്വൽസ് ഒക്കെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതെനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സൺറൈസ് ഒക്കെ കണ്ട് ഇനി നേരെ ക്യാമ്പിലേക്കാണ്. ഷെബിൻ ബ്രോ രാവിലത്തേക്കിനും കുറച്ച് കലാപരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. തിരിച്ചെത്തിക്കഴിഞ്ഞ് ചെറിയൊരു മെഡിറ്റേഷൻ സെഷനും ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ആയിട്ട് ക്യാമ്പ് മെല്ലെ വൈൻഡപ്പ് ചെയ്യുകയായിരുന്നു. എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിനോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആരുടെ കൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നത്. എങ്കിലേ നിങ്ങളുടെ യാത്രകൾ പൂർണ്ണമാവുകയുള്ളൂ. ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് ആളുകളെയും പരിചയപ്പെടാനുമുണ്ട്. നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത വർഷം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഹാപ്പി ന്യൂ ഇയർ.